അപ്പം പുള്ളി എൻ്റെ മേല് എന്തോ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ചിലപ്പം അതായിരിക്കാം ഷെഫ് എന്ന് പറയുന്ന ഒരു പുള്ളീനെ ഇന്ന് ഈ ലെവലിലോട്ട് കൊണ്ടുവരില്ല. പുള്ളിക്ക് നേരത്തെ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവായിരിക്കും. അപ്പം പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊജക്റ്റ് എന്നോട് പറയുന്നു, ഷെഫ് അന്നേരത്തേന് ബിസി ആയതുകൊണ്ട് എന്നോട് പറയുന്നു ആ പ്രൊജക്റ്റ് നീ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അത് പക്ഷേ നടന്നില്ല എന്ന് പറയാൻ അവർക്ക് എൻ്റെ പ്രൊഫൈൽ വന്ന് നോക്കിയപ്പം ഞാൻ ഭയങ്കര യങ്ങായിട്ടുള്ള ഒരാളാണ്. അവർക്ക് അന്നേരം കോൺഫിഡൻസ് കുറവ്. അപ്പോൾ ഷെഫിനോട് പറഞ്ഞു, ഷെഫ് ഇങ്ങനെ പുള്ളി ഭയങ്കര യങ്ങാണ്, ഞങ്ങൾ ഇച്ചിരി സീനിയർ ആയിട്ടുള്ള ഒരാളെ നോക്കിയെന്ന് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ അതിൽ വരെ വളരെ സിൻസിയറായിട്ട് എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഏജിൻ്റെ പ്രയോഗം പറഞ്ഞുകൊണ്ടാണ് അത് മാറിപ്പോയത് എന്ന് പറയുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ എന്നെ വിളിക്കുന്നു, കോവളം ഓപ്പൺ ചെയ്യാൻ നീ വരാമോ എന്ന് ചോദിക്കുന്നു. വെൽക്കം ടു ഡ്രീമേഴ്സ് ഡെസ്റ്റിനേഷൻ ചാറ്റ് സെഷൻ വിത്ത് സിജോ ചന്ദ്രൻ. ഇത് നീ ഏറ്റെടുത്താൽ അത്ര ഈസി ആയ ഒരു ടാസ്ക് അല്ല. കാരണം അത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് എല്ലാം പോയി. പക്ഷേ ഒരു 10-15 ദിവസം കൊണ്ട് ആ കംപ്ലീറ്റ് പ്രോപ്പർട്ടീൻ്റെ ഒരു മേജർ ഭാഗം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പം അത് ഭയങ്കര ടാസ്ക്കാണ്, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ പുള്ളി ആദ്യമായി എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യം, 2 എനിക്കൊന്നും പോകാനില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് 500 രൂപയിൽ ചെന്നൈയിൽ വന്ന് നിന്നൊരു മനുഷ്യനായിരിക്കാം. പക്ഷേ എന്തായാലും ഞാൻ 500 രൂപയിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ലെവലിലായിരിക്കും ഞാൻ നിൽക്കുക ഏത് ലെവലിലോട്ട് പോയി കഴിഞ്ഞാലും. അപ്പോൾ അതെൻ്റെ ഒരു കോൺഫിഡൻ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, ഷെഫ് ഞാൻ വരാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് നീ ഏറ്റെടുത്ത് സക്സസ് ആക്കിയാൽ നിൻ്റെ എൻ്റയർ ലൈഫ് ചേഞ്ച് ആവുമെന്ന് പറയുന്നു. ഇതിനൊക്കെ ശരിക്കുള്ള സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് മേലൊരു കാര്യം എന്ന് വെച്ചാൽ 2009 ഇതേ കമ്പനിയാണ്, ഇതേ സ്ഥലമാണ്, ഈ കമ്പനിയല്ല ഇതേ സ്ഥലമാണ് എന്നോട് പറഞ്ഞ ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി ഒരു കഴിവോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡോ ഇല്ലാത്ത ഒരാളാണ് ഞാനെന്ന് പറഞ്ഞ ഒറ്റ റീസണാണ് എന്നെ ചൂസ് ചെയ്തിച്ചത്. 2021 അതേ പ്രോപ്പർട്ടി എന്നെ ആ ഗേറ്റ് തുറന്ന് എന്നെ അതിൻ്റെ അകത്ത് കയറ്റി. അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ ഇവിടുന്ന് ചെല്ലുന്നത് വരെ അവരെന്നെ ആ പ്രോപ്പർട്ടി മുഴുവൻ, അവിടുത്തെ GM-ഉം അവിടുത്തെ ആൾക്കാർ എന്നെ മുഴുവൻ തുറന്നു കാണിച്ചു. അതായത് അന്ന് എന്നെ അതിൻ്റെ അകത്ത് കയറ്റാത്ത അതേ ഗേറ്റ് എനിക്ക് വേണ്ടി തുറന്നു. ഞാൻ അതേ കാര്യം, എനിക്ക് എന്താ പറയുക, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പം ഞാൻ അതിനെ തിരിച്ച് ഞാൻ അതിനെ ഓപ്പണായിട്ട് അവരോട് പറയും, ഇന്ന കാര്യം ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് അവരോട് കാണിക്കാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എന്നെ കാണുന്നവർ എപ്പോഴും പറയാറുണ്ട്, സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണുന്നത് ഒരു വീഡിയോസിലാണെങ്കിലെല്ലാം കാണുന്നതോ നടക്കുന്നതോ ഒരു അഹങ്കാരി ആയൊരു വ്യക്തിനെ പോലെയാണ്. എന്നെ കണ്ടിട്ടുള്ള 90% ആൾക്കാരും പറഞ്ഞിട്ടുള്ള ആദ്യം ഞങ്ങൾ കരുതിയത് സിജോ എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര അഹങ്കാരിയായ ഒരാൾ, ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നെ ഈ കണ്ടിട്ടുള്ള ഒരാളും പിന്നീട് പറഞ്ഞിട്ടില്ല എനിക്കതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് എൻ്റെ അഹങ്കാരമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ഫിസിക്കലി അങ്ങനെയാണ് ഞാൻ എൻ്റെ കാണുന്നത്. എൻ്റെ ഫേസും എൻ്റെ ബോഡി ലാംഗ്വേജും അങ്ങനെയാണ്. പക്ഷേ അതിനർത്ഥം എൻ്റെ ഹാർട്ട് അങ്ങനെയാണെന്നല്ല. കാരണം ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നതും. കാരണം എനിക്ക് എന്തും അച്ചീവ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അച്ചീവ് ചെയ്യുന്നതിന് ഒന്നിനും ഞാൻ അഹങ്കാരമായിട്ട് കാണാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ അതിന് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് ഞാൻ ഒരു ട്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അഹങ്കാരം എപ്പോഴും ഉണ്ടാകുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലെവലിൽ നിൽക്കുന്ന ആളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ താഴെ നിൽക്കുന്നവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുക നമ്മളെന്തോ ഭയങ്കരമായ കാര്യം അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഞാനെന്തോ ഭയങ്കര സംഭവമാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊക്കെ ഒരുപാട് മേലെ ഉള്ളവരെ നമ്മൾ നോക്കുക. അപ്പോൾ അവർ ഒരുപാട് അച്ചീവ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊന്നുമല്ല, പുഴു പോലും അല്ല. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ഇല്ലാണ്ടാവും. സീരിയസ്ലി ആർക്കും ഇത് വർക്കൗട്ട് ചെയ്യുന്ന കാര്യമാണ്. അന്നേരം നമ്മൾ ഓർക്കും, അയ്യോ നമ്മളെത്ര ഇതാണ്, നമ്മളൊന്നുമില്ലല്ലോ എന്ന് നമ്മുടെ ഉള്ളിൽ ആ ഒന്നുമില്ലല്ലോ എന്നുള്ള തോന്നലാണ് നമ്മളെ അത് ഓട്ടോമാറ്റിക്കലി ഇല്ലാണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ ബോഡി ലാംഗ്വേജും എൻ്റെ ഫേസോ അല്ലെങ്കിൽ എൻ്റെ അത് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതായത് ഞാനത് ചെയ്താൽ സക്സസ് ആകും എന്നാണ് എൻ്റെ വിശ്വാസം. ആകാണ്ടിരിക്കാം, അത് ഉറപ്പാണ്. നമ്മളത് ഒരു സമയത്തുണ്ടാവും, അത് ചെയ്യുന്ന കാര്യങ്ങളിൽ മിസ്റ്റേക്സ് വരാം, എല്ലാം കംപ്ലീറ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അതിനെ നോക്കിക്കാണുന്നത് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അവിടെ റാവിസിൽ പോയി. ആ മീറ്റിങ്ങിൽ ഞാൻ അവരോട് പറഞ്ഞു, അവരിരിക്കുന്ന ആ മെയിൻ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് 2009 നിങ്ങൾ എന്നെ റിജക്റ്റ് ചെയ്തിട്ട് ഇന്ന് ഇവിടെ തിരിച്ചു. അപ്പോൾ അവർക്കത് ഭയങ്കര ഇതായി. പക്ഷേ അവരെല്ലാവരും ആ കമ്പനി മാറി. പക്ഷേ സ്റ്റിൽ ഞാൻ ആ കമ്പനിയിൽ ചെന്നു. അത് കഴിഞ്ഞിട്ട് ആ കമ്പനിയെ ലീയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയുള്ള ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കട്ടിൽ ഞാനുണ്ട്. കാരണം അത് കഴിയുമ്പോഴത്തേനും എൻ്റെ ടൈം പീരീഡ് തീർന്നിട്ട് എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. അപ്പോൾ ഷെഫിന് വേണ്ടി അത് ഞാൻ ഏറ്റെടുത്ത 4 months എന്നും പറഞ്ഞിട്ടാണ്. പക്ഷേ അത് തീരുന്നത് 8 months കൊണ്ടാണ്. അങ്ങനെ രവിപിള്ള സാറിൻ്റെ മോൻ്റെ വെഡ്ഡിങ് ഞാനും ഷെഫും കൂടെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നു. അത് തീർത്താൻ നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു പോവാണ്.
അപ്പം ഷെഫിൻ്റെ പുതിയ ഷെഫ് ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് മാറി പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ള പ്ലാനുകളും പദ്ധതികളൊക്കെ ആയി. അപ്പം ഞാൻ ഷെഫിനോട് ചോദിച്ചു, ഷെഫ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാം. കാരണം അന്നേരത്തേനും ഞാൻ ആ മനുഷ്യൻ്റെ ഒരു ഡൈ ഹാർഡ് ഫാനായി മാറി. കാരണം ഒരു പേഴ്സൺ ഇത്രയും സിമ്പിളാകാൻ എങ്ങനെയാണ് പറ്റുക എന്നുള്ള കാര്യത്തിൽ. അപ്പം ശരിക്കും സത്യമായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യൻ ഒരാളെ ചതിക്കില്ല എന്ന് നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര. അപ്പോൾ ഞാൻ ഷെഫിനോട് ചോദിക്കുകയാണ്, കുഞ്ഞൊരു ഹോട്ടലാണ് ബാംഗ്ലൂർ ഞങ്ങൾ കണ്ടിട്ടുള്ളത്, ചെറിയൊരു ഹോട്ടൽ. ഞാൻ പറയുന്നു, ഷെഫ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാം. പക്ഷേ ഷെഫ് പറയുന്നത് നിൻ്റെ ടൈം ആയിട്ടില്ല, നിൻ്റെ ടൈം ആകുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറയുന്നു. വീണ്ടും ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഷെഫിനോട് പറയുന്നു, ഷെഫ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിൽക്കാം എന്ന് പറയുന്നു. അപ്പോൾ എന്നോട് പറയുന്നു, എടാ നിന്നെ ഇന്ന് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല ഞാൻ, പക്ഷെ നിന്നെ എനിക്ക് നിൻ്റെ ലെവലിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സമയമാകുമ്പോൾ നിന്നെ ഞാൻ വിളിക്കും. ദൈവാനുഗ്രഹം കൊണ്ട് ആ മനുഷ്യൻ 6 മാസങ്ങൾ കൊണ്ട് ആ ലെവലിലേക്ക് മാറി. ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ ഷെഫ് പറയുന്നു, നിനക്ക് തിരിച്ചു വരാനുള്ള ടൈം ആകുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നു, ആ ആളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. എന്നോട് പറഞ്ഞ് നെക്സ്റ്റ് 5 ഇയേഴ്സിൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്നു, ഞാൻ എന്തായി തീരും എന്ന് പറയുന്നു, ഞാൻ എങ്ങനെ ബിസിയാവും എന്ന് പറയുന്നു. അത് അന്ന് ആ ആൾക്ക് അന്നുള്ളത് ബാംഗ്ലൂർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും ഈ ഇത് മാത്രമാണ് കയ്യിലുള്ളത്. അന്നൊരാൾ എന്നോട് പറയുന്നു, നാളെ നീ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പറക്കുമെന്നും നിൻ്റെ അവേഴ്സിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുമെന്നും നിനക്ക് ടൈം ഇല്ലാണ്ടാവുമെന്നും നിനക്ക് ഉറങ്ങാൻ സമയങ്ങൾ കുറയുമെന്നും നീ ഭയങ്കര ബിസി ആയിരിക്കും, നീ ലൈഫിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത സമയമല്ലെന്നും നീ മീറ്റിങ്ങുകളിൽ നിന്ന് മീറ്റിങ്ങുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമെന്നും ഒക്കെ പറയുന്നു. അന്ന് ആ മനുഷ്യൻ ചെയ്തൊരു വലിയ റിസ്ക് ഉണ്ട്. കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടിയുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു സാധനം എൻ്റെ കയ്യിലോട്ട് തരുവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തൊരു സാധനം കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ പിടിച്ചിട്ട് കംപ്ലീറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അതിനെ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് റൺ ചെയ്ത് കയ്യിൽ കൊടുത്ത അതിനെ ഓപ്പൺ ചെയ്ത് റൺ ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നവർ. അപ്പം ഞാൻ ചോദിച്ചൊരു എന്തുണ്ട് ഷെഫ്, എന്തിനാണ് എനിക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യം എന്നെ ഏൽപ്പിക്കുന്നത്? അപ്പം എന്നോട് പറഞ്ഞു, ഇത് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ബോട്ടം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഒരാളുടെ നോളജ് ഏത് പുസ്തകങ്ങൾ പഠിച്ചാലും കിട്ടില്ല. ഇന്ന് എനിക്കറിയാം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ എന്താണെന്നും അത് ഏത് സൈസുള്ള പൈപ്പാണെന്നും എത്ര കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് എത്ര ഹൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇതിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക്കലിൻ്റെ ഇത് ഏതാണെന്നും സ്വിച്ച് ബോർഡ് ഏതാണെന്നും ഇതിന് യൂസ് ചെയ്യുന്ന ടൈലുകൾ ഏതാണെന്നും അത് എവിടെ നിന്ന് കിട്ടുമെന്നും ഏത് സ്ഥലത്ത് ഉത്പാദിപ്പിക്കുന്നെന്നും ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുന്ന എവിടെ നിന്നാണ് എല്ലാം, അതായത് ഈ കമ്പനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എക്സാക്ട്ലി എവിടുന്ന് എങ്ങനെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ അതിൻ്റെ ഓണേഴ്സും അതിൻ്റെ എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള കണക്ഷൻസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ എല്ലാ വെയിനുകളിലും എനിക്ക് എത്തിച്ചേരാൻ ചെയ്തത് അന്ന് പുള്ളി എടുത്ത റിസ്ക്കാണ്. കാരണം ഞാൻ ആ ചെയ്യുന്ന പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് പോകുന്ന കോടികളാണ്. അപ്പം ഞാൻ ചോദിച്ചു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു യഥാർത്ഥ ഒരു വ്യക്തി എങ്ങനെയാണ്. എന്നോട് പറഞ്ഞു, പോയാൽ എത്ര പോകും? 1 കോടി. നീ മിസ്റ്റേക്ക് വരുത്തണം, നീ ഫ്യൂച്ചറിൽ വരുത്തും, നീ അത് വരുത്ത്, ഞാനത് സഹിക്കാൻ റെഡിയാണ്. പക്ഷേ ആ പുള്ളി എന്താണ് എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഷെഫിനോട് ചോദിച്ചൊരു കോൺവെർസേഷൻ ഉണ്ട്. ഞങ്ങൾ ഇന്നും ഒരുപാട് എന്നും സംസാരിക്കുന്ന ഒരാളാണ് ആ സമയത്ത്. അപ്പം അതിൽ ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഷെഫിന് എന്തുകൊണ്ട് ഒരു 28 അല്ലെങ്കിൽ 30 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിനെ യൂസ് ചെയ്തുകൂടാ ഇതിനു വേണ്ടി? കാരണം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അതൊരു വലിയ എമൗണ്ടാണ്, എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു എമൗണ്ടാണ്. അപ്പം ആ ഷെഫിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സിജോ ചന്ദ്രൻ എന്ന് പറയുന്നൊരു വ്യക്തി ഇതെല്ലാം പഠിച്ചൊരു 5 ഇയേഴ്സിൽ ഏറ്റവും പെർഫെക്റ്റായ ഈ കമ്പനി എത്ര വളർന്നാലും ഇതിൻ്റെ ഏറ്റവും ബോട്ടം ലെവലിൽ നിന്ന് പച്ചമുളക് മേടിക്കുന്നത് മുതൽ ഒരു പൈപ്പ് മേടിക്കുന്നത് മുതൽ എല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ശരിക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ആ ഒരാൾക്ക് പകരം ഞാൻ 28 അല്ലെങ്കിൽ ഒരു 55 ആയ ഒരാളെ കൊണ്ടുവന്ന് അവർ 5 ഇയേഴ്സ് കൊണ്ട് അവരുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് അവരുടെ സർവീസ് തീർന്നു. പക്ഷേ നീ എന്ന് പറയുന്ന വെച്ചാൽ 5 വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെ എനിക്ക് കിട്ടുന്ന ഏറ്റവും പെർഫെക്റ്റായ ഒരു 15 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നിൻ്റെ നോളജ് നിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് അത് കമ്പനീനെ ഒരുപാട് സഹായിക്കും. അതായത് ശരിക്കും ഷെഫ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടറിയാം, ട്രെയിനീസിനെയും വളരെ ചെറിയ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപാട് നോളജ് ഇല്ലാത്തവരെയും നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്, അവരെ ഏറ്റവും കഴിവുള്ളവരാക്കി കൊണ്ടുവന്നിട്ട്. റീസെൻ്റ്ലി പുതിയൊരു ഹയറിംഗ് പോസ്റ്റ് കണ്ടതിലും ഷെഫ് പിള്ള പറയുന്നുണ്ട്, എനിക്ക് സർട്ടിഫിക്കറ്റ്സ് വേണ്ട, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഒന്നും വേണ്ട, നിങ്ങൾ അപ്പം മേക്കർ, എനിക്ക് പറഞ്ഞു അപ്പം മേക്കറിൻ്റെ ഓപ്പണിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് നന്നായി അപ്പം ഉണ്ടാക്കാം, നിങ്ങൾക്ക് ആ സ്കില്ലുണ്ടോ എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ, അത് മാത്രം മതി. അത് മാത്രമാണ്. ഞാൻ കുറച്ചാൾ മുമ്പ് വരെ, അതായത് അന്ന് ഞങ്ങൾ വലുതായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ
എടുക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂസ് എടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപാട് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇന്നും അത് ദോഹയ്ക്കുള്ളവരുടെ എല്ലാം കംപ്ലീറ്റ് ഇൻ്റർവ്യൂ എടുത്ത് ഞാനാണ്. അവിടെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് അവരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, എന്താണ് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ആരാണ് വീട്ടിലുള്ളത്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീമാണ് എല്ലാത്തിൻ്റെ ആധാരം. നമുക്ക് എന്താണോ നമ്മൾ ഡ്രീം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അവരെടുക്കുന്ന ഹാർഡ് വർക്ക്. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങൾക്ക് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാനെന്തോ ഭയങ്കര ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോകുന്നത്. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ എടുത്തവരാണ്. നമുക്ക് എന്ത് സ്കില്ലും നമുക്ക് ഒരാളുടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ്. ആ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാം. ഈ കമ്പനി ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് പോണത്. ഇന്ന് ഞാൻ ഷെഫ് പറഞ്ഞ പോലെ, ഇന്ന് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഇന്ന് എനിക്ക് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യാറുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതല്ല, എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ തന്നെയുള്ള അത് ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞത്, ഞാൻ ലിറ്ററലി സിജോൻ്റെ ഒരു ലൈഫ് സ്കെഡ്യൂൾ കണ്ടിട്ട് ഞാൻ തന്നെ ഭയങ്കരമായിട്ട് വണ്ടർ ചെയ്ത് പോയിട്ടുള്ള മൊമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ പല കോൺവെർസേഷനിൽ ഇങ്ങനെ പറയുമ്പോൾ, ഇന്നിപ്പോൾ ദോഹയിൽ ഞാൻ ദോഹയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ നിൽക്കുന്ന സമയം വരെ സിജോൻ അങ്ങനെ ഒരു പ്ലാനേ ഇല്ല ദോഹയിലോട്ട് വരാനായിട്ട്. നമ്മൾ നാട്ടിൽ വന്ന് മീറ്റ് ചെയ്യാം എന്നുള്ള പ്ലാനായിരുന്നു. അത് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഞാൻ നാട്ടിൽ വന്നത് പിന്നെ ഞാൻ കാണുന്നത് ദോഹയിൽ JW നിൽക്കുന്നത്, ആ ഒരു പോസ്റ്റ്. അപ്പോൾ ഞാൻ ദോഹയിലെത്തിയോ. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ പാലക്കാട്. ഇന്നലെ രാത്രി ഞാൻ വിളിക്കുമ്പോൾ ട്രാവലിംഗ് ആയിരുന്നു പാലക്കാട്. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് ഇന്റർവ്യൂ. ഞാൻ വന്നിട്ട് ചോദിച്ചത് ഉറങ്ങിയോ, ഭക്ഷണം കഴിച്ചോ. അപ്പോൾ സിജോനെ സംബന്ധിച്ച് ഉറക്കവും ഭക്ഷണം അതെല്ലാം സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും ഒരാളുടെ പാഷൻ എത്രത്തോളം ഉണ്ടാ ഈ ഒരു പ്രൊഫഷനോട് എന്നുള്ളത്. കാരണം ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ലൈഫാണ്. എല്ലാവരും എന്നെ ഒരുപാട് പേര് പല രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ചോദിക്കും ഫാമിലി നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം, നിങ്ങൾ ഫാമിലീനെ മിസ്സായി പോകുന്നുണ്ട്, അവർക്ക് ടൈം കൊടുക്കണം. ശരിയാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഞാൻ അവർക്ക് അതിൻ്റെ ടൈം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ആധാരം ഈ പറഞ്ഞ ഫാമിലി നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മോന് പഠിക്കണമെങ്കിൽ, എൻ്റെ മോന് വളരണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടണമെങ്കിൽ, ഇന്നത്തെ കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവന് ചിലപ്പം ഞാൻ കാണിച്ച ഒരു വിഷനിൽ ചിലപ്പം കാണാൻ പറ്റുമെന്ന് അറിയില്ല. എൻ്റെ അച്ഛൻ അന്ന് കൂലിപ്പണി എടുത്തിട്ട് എന്നെ ഇത്രയും ചുരുങ്ങിയ ഇതിലാണ് എന്ന് വെച്ചാൽ, അവൻ വളരാൻ പോകുന്ന വളരെ ഹൈ ക്വാളിറ്റി ഉള്ള പിള്ളേരുടെ കൂടെയാണ്. എനിക്ക് അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മകൻ എന്നെ പ്രൗഡായിട്ട് കാണുന്ന ഒരച്ഛനായിരിക്കണം. ഓക്കെ, നാളെ അവന് പറയാൻ പറ്റണം ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവന് സന്തോഷത്തോടെ പറയാൻ പറ്റണം. പിന്നെ എൻ്റെ ആഗ്രഹങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആഗ്രഹങ്ങളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം. എൻ്റെ അനിയനും എനിക്കും ഈ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഇരുന്നിരുന്നിട്ട് ഈ പാൻറ്റിൻ്റെ ഒക്കെ ബാക്ക് കീറും. അപ്പോൾ അതിനെ ഒരു ഇഴയിട്ടിട്ട് തുന്നും അമ്മ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് പുറത്തോട്ട് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി അപ്പോൾ എന്നാ വെച്ചാൽ അതിങ്ങനെ ഉരുണ്ടിരിക്കും, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിങ്ങനെ കീറിയിട്ട് കെട്ടി വെച്ചിട്ട്, അപ്പം ഞങ്ങൾക്ക് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വൈകുന്നേരം ബസ്സിന് കയറി വരാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി, അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ ബാക്ക് സൈഡ് അവിടെ ഞങ്ങൾ ചാരി നിൽക്കും. കാരണം ഇത് ആൾക്കാർ കാണരുതല്ലോ. അപ്പം ചാരി അതിൽ നിന്ന് അത് ചാരി നിൽക്കുന്ന സമയത്ത് അന്ന് മാരുതി 800 ഒക്കെ ഭയങ്കര സെറ്റ് വണ്ടിയായ സമയമാണ്. അപ്പോൾ അത് കടന്നു പോകുമ്പോൾ നമ്മൾ പറയടാ നമുക്ക് ഇത് വേണം മേടിക്കാൻ. അപ്പം നിങ്ങൾ ഓർക്കണം, ഇടാൻ നിക്കറോ ഷർട്ടോ ഇല്ലാത്ത ഞങ്ങൾ അന്ന് 800 സ്വപ്നം കാണുന്നത്. അതായത് അസാധ്യമെന്നുണ്ടോയെന്ന് എൻ്റെ ലൈഫിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ മരണം എന്നതിന് ശേഷമുള്ളത് അതുവരെയാണ് ഒരു ഇത്. അത് കഴിഞ്ഞാൽ അസാധ്യമാണ്. അതുവരെ ഉള്ളതെല്ലാം സാധിക്കാൻ പറ്റും എന്നാണ് എനിക്ക്. അതായത് ശരിക്കും എന്നോട് ഫുഡ് ഹണ്ടർ സാബു ചേട്ടനൊരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. അപ്പം എന്നോട് പറഞ്ഞു, സിജോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫ് സിജോനെ ഈ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്ന കണ്ടപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പേടി തോന്നിയിട്ടുണ്ട്. കാരണം ഷെഫിന് ഭയങ്കര വെൽ വിഷേഴ്സാണ് അവരെല്ലാം. അപ്പം ഒരു വലിയൊരു കമ്പനി ആകാൻ പോകുന്ന ഒരു കമ്പനിയിൽ ഒരു ചെറിയ ഒരു ഏജ് ഉള്ള ആണാൻ പോകുന്നു. റെസ്റ്റോറൻറ്റ് ചെയിൻ എന്നല്ല, നമ്മൾ ഹോട്ടൽസ് വരാൻ പോണു, റിസോർട്ട്സ് വരാൻ പോണു, നമ്മുടെ കോളേജസ്, ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ വരുന്ന ഒരു നെക്സ്റ്റ് 5 ഇയേഴ്സിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അത്രയും വലിയൊരു കമ്പനി, അത് ഷെഫ് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്.
അപ്പം അതെല്ലാം ഇവർക്കറിയാം. അപ്പം എന്നോട് പറഞ്ഞു, ഷെഫിനോട് ചോദിച്ചു, ഷെഫേ ഇത്രയും ചെറിയൊരു ഏജുള്ള ഒരാളെ അത് പുള്ളി എന്നോട് നേരിട്ട് പറയുന്ന കേട്ടോ, അതൊരിക്കലും ഒരു ബാഡ് വെയിലല്ല, പുള്ളി ഒരു നല്ല വെയിലാണത് പറഞ്ഞത്. അപ്പം ചോദിച്ചു ഇങ്ങനെ. അപ്പം ഷെഫ് പറഞ്ഞൊരു കാര്യം പുള്ളി എന്നോട് പറഞ്ഞാണ്, ഷെഫ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്ജക്റ്റ് അതായത് ഷെഫിൻ്റെ ലൈഫ് ജേർണിയിൽ പുള്ളിക്ക് ഒരുപാട് ഷെഫുമാരെ അറിയാം, ഒരുപാട് പേരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് എന്നെക്കാളും നല്ലതും ലാംഗ്വേജും സ്കില്ലും എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള ഒരാളെ എടുക്കാം. പക്ഷേ ഷെഫ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിളിച്ചാൽ വരുന്ന എല്ലാവരും ഉണ്ട്. പക്ഷേ പുള്ളിയുടെ ഒരു ജേർണിയിൽ ഇത്രയധികം റിസ്ക് എടുക്കാൻ, ഒരു റിസ്കിന് എടുക്കുന്നതിന് പാഷനായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല പോലും. അത് ചിലപ്പോൾ പാഷനായിട്ട് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. അത് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് പുള്ളി പറഞ്ഞത്. ശരിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്തുകൊണ്ടാണ് റിസ്ക് എന്ന് വെച്ചാൽ, ഏത് റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ അവസാനം എൻ്റെ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ. പക്ഷേ നമ്മളാ പോകുന്ന റൂട്ടുണ്ടല്ലോ, അവിടുന്ന് പഠിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന ഒരു ഏണിങ് അല്ലെങ്കിൽ ഒരു നോളജ്, ആ സാധനത്തിന് നമ്മൾ അതിന് അറ്റൻഡ് ചെയ്യാത്തത്രയും കാലം നമുക്ക് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. എല്ലാവരും എന്തെല്ലാം കോളേജിൽ നിങ്ങൾ പോയി പഠിച്ചോ, ഏതെല്ലാം സംഭവം ചെയ്തോ, നമ്മൾ ആ കണ്ട് ഫേസ് ചെയ്ത് പഠിക്കുന്ന ആ കാര്യത്തിൻ്റെ അത്രയും എഫക്റ്റ് വേറൊരു സാധനത്തിനും തരാൻ പറ്റില്ല. കാരണം 100% ഞങ്ങൾ ചെയ്യുന്നതിൽ ഒരുപാട് എറേഴ്സും മിസ്റ്റേക്സും വരാറുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, എല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല കംപ്ലീറ്റ് ആയെന്നല്ല പറയുന്നത്. പക്ഷേ ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്ത് അത് വരുത്താറില്ല. പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, ഇതിവിടെ യൂസ് ചെയ്യേണ്ടായിരുന്നു, ഇത് നമുക്ക് ഇന്ന മെത്തേഡ് യൂസ് ചെയ്യായിരുന്നു. അത് എല്ലാം ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ലൈഫിൽ എനിക്ക് ഇന്ന് വരെയുള്ള ജേർണി, എൻ്റെ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കരുത് എല്ലായിടത്തും എനിക്ക് സപ്പോർട്ടീവായിട്ടുണ്ടെന്ന്. ഇന്ന് വരെയുള്ള എൻ്റെ കരിയറിൽ ചിലപ്പം ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടിട്ടുള്ള ഷെഫുമാരിൽ ഒരാൾ ചിലപ്പം ഞാനും ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും നല്ലതായി പ്രസൻറ്റേഷൻ ചെയ്യുന്നതും ഏറ്റവും നന്നായി ഫുഡ് പ്ലേറ്റ് ചെയ്യുന്നതും ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് വരെ ഞാനൊരു അറിയപ്പെടുന്ന മേജർ ഫുഡ് കോമ്പറ്റീഷനിലോ എനിക്കല്ലെങ്കിൽ എനിക്കൊരു അവാർഡോ അല്ലെങ്കിൽ എനിക്കൊരു മെഡലോ ഒന്നും എനിക്ക് അവകാശപ്പെടാനില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരെ ഞാൻ വരികയും ഫൈനൽ സ്റ്റേജിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി എല്ലാ തവണയും ഡിസപ്പിയർ ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ ലീലയിൽ വെച്ച് നടക്കുമ്പം ഒരു ഇന്ത്യൻ കോമ്പറ്റീഷനിൽ ഈവൻ ഞാൻ അവിടുന്ന് ജയിച്ചിട്ടും ലാസ്റ്റ് അതിൽ നിന്ന് റണ്ണറപ്പായ ആളാണ് ആ കോമ്പറ്റീഷനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത, ചിലപ്പം അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പം എൻ്റെ ലുക്കായിരിക്കാം, ചിലപ്പം എൻ്റെ വേറെ ഏതെങ്കിലും ഒരു കുറവോ എന്തെങ്കിലും ആയിരിക്കാം, എന്നെ എല്ലാ സ്ഥലത്തുനിന്നും കറക്റ്റായിട്ട് അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടുന്നത്, ഞാൻ പറയാം സത്യസന്ധമായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യരെ പോലെയും നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഒരു ഫോട്ടോ ഒരു പത്രത്തിൽ വരണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിൽ വരണമെന്നോ എല്ലാവരും പറയും, അയ്യോ എനിക്ക് അങ്ങനെയൊന്നും ഇതില്ലാന്ന് എല്ലാവരും പറയും. പക്ഷേ ഞാൻ പറയും, എനിക്കിതൊക്കെ ആഗ്രഹമുള്ള ആളാണ്. കാരണം അതൊക്കെ നടക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഇത് കാണണമെന്നോ അല്ലെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരും അത് കാണുമ്പോൾ സന്തോഷിക്കുന്ന സന്തോഷമുണ്ട്. എൻ്റെ സന്തോഷത്തിനെക്കാളും കൂടുതൽ അവരുടെ ഹാപ്പി ആകുന്ന കാണുന്നത്. കാരണം അത് കാണുമ്പം ഒരമ്മയ്ക്ക് ഒക്കെ വരുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ സന്തോഷമാണ്. അതാണ് ഞാൻ ശരിക്കും കാണുന്നത്. അല്ലാണ്ട് എനിക്ക് ആ മാഗസിനെ കണ്ട് ചിലപ്പം 10 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ഇത് പോയിട്ടുണ്ടാവും. കാരണം അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കത്തില്ല. കാരണം അത് അവിടെ കഴിഞ്ഞ് ആ സെക്കൻഡ് വെച്ച് തീരുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ അതുകൊണ്ട് നേടുന്ന എൻ്റെ നാട്ടിൽ ഞങ്ങൾ ഈ ജീപ്പാണ്. കാരണം കണ്ണൂർ ഭാഗത്തോട്ട് ജീപ്പാണ് കൂടുതൽ. അപ്പം ഈ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ജീപ്പിൽ തൂങ്ങിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അവിടുത്തെ അറിയാലോ, ഈ കാശുകാരായ ആളുകളുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുമില്ലാത്തവനെ പരിഹസിക്കുക എന്ന് പറയുന്നതാണ് എല്ലാ നാടിൻ്റെയും പ്രത്യേകത. അപ്പം ഞങ്ങളിങ്ങനെ തൂങ്ങി നിൽക്കുമ്പം ഈ മുമ്പിലിരിക്കുന്ന ചേട്ടന്മാരുണ്ടാവും. അപ്പോൾ അവിടുത്തെ കുറച്ച് പ്രമാണിമായ ആളുകാരൊക്കെ ആയിരിക്കാം. അപ്പം അവർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആളുകാരായിരിക്കും. അവർ സന്തോഷത്തിന് പറയും, ഇവരെ കയറ്റി അകത്തിരുത്ത്, കാരണം നാളത്തെ ഡൈവേഴ്സായി വരും, ഇവരെ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കയറ്റിക്കൊണ്ട് പോകണമെന്ന്. അപ്പം എല്ലാവരും ചിരിക്കും. കാരണം ഒരുപാട് പെൺകുട്ടികളും, കാരണം നമുക്കറിയാം എല്ലാവരും ഏറ്റവും കൂടുതൽ നമുക്ക് അപമാനിക്കപ്പെടുന്നതും ഫീൽ ചെയ്യുന്നതും അങ്ങനെയാണ്. നമ്മുടെ കൂട്ടത്തിൽ പഠിക്കുന്നവരുടെ ആളുകളുടെയൊക്കെ മുമ്പിൽ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും. പക്ഷേ എന്നാലും ഇവർ ചിരിക്കും അങ്ങനെ ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്കുണ്ട്. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ മനുഷ്യനെ ഞാനൊരു കുറച്ചാൾ മുമ്പ് റോട്ടിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ വേറെ വഴിക്ക് പോകേണ്ടതാണ്. അപ്പം ആ ആളെ കയറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇന്ന സ്ഥലത്ത് എവിടെ പോകുന്നത് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്തോട്ട്. അപ്പം ഞാൻ കയറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഇറക്കി വിടാം. അപ്പം എൻ്റെ അമ്മ കൂടെ ഉണ്ട്. അപ്പം മുമ്പേ ഞാൻ പറഞ്ഞു അമ്മയുടെ പുറകിൽ ഇറങ്ങിയിരിക്കാൻ പറഞ്ഞു. അപ്പം അമ്മ പുറകെ ഇരുന്നു. അപ്പം ഞാൻ കയറ്റിക്കൊണ്ട് അവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ പോകുന്ന വഴിക്കാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
പണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഡ്രൈവറാകും, ഇവനെ എന്നെ കയറ്റിക്കൊണ്ട് പോകേണ്ടതാണ്, ഡ്രോപ്പ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എനിക്കിന്ന് നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്. ആകെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അത് എൻ്റെ കാറാണ്, അതിൽ എനിക്ക് ഇറക്കി വിടാം. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അന്നത് തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് പറയാം. ചിലപ്പോൾ ആ തമാശകളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചാണ്, അല്ലെങ്കിൽ ഡ്രൈവർ ആകരുത് എന്ന് ഉറച്ച് വിശ്വസിക്കാനുള്ള കാരണം. ചിലപ്പോൾ ആ മനുഷ്യൻ അങ്ങനെ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതായിരിക്കാം. എനിക്ക് അവരോട് ആരോടും ഒരു ഇതില്ല. ചിലപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് തോന്നും ഞാൻ ഭയങ്കര അഹങ്കാരമായിട്ട് പറയുന്നതാണ്, പക്ഷെ ഞാനൊന്നും അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് ഇതുവരെ എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഒരു നേരത്തെ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ അത് കേൾക്കുന്നവർക്ക് പലർക്കും എത്രത്തോളം ഹേർട്ട് ചെയ്യും. പക്ഷെ ഇവിടെ ആ ഹേർട്ട് ചെയ്ത മൊമെൻറ്റ് സിജോ അത് പോസിറ്റീവായിട്ട് ലൈഫിൽ നമ്മൾ നമ്മൾ ആ താഴത്തെ ലെവലിലോട്ട് പോകും, നമ്മൾ അങ്ങനെയാണ് എന്ന് ചിന്തിക്കാതെ എനിക്കതല്ല അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് എന്ത് ചെയ്ത് കാണിക്കാൻ പറ്റുന്നത്. സിജോന് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സ്പിരിറ്റ് അതാണ്. അതെ, എനിക്ക് ഞാനത് ചിലപ്പം ഞാനൊരു മനസ്സിലാക്കിയ ഉത്തരം കാരണം പല ആൾക്കാർക്കും പലതും ചെയ്യാൻ പോകാത്തതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരുപാട് നോളജ് ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് നോളജ് ഉള്ളപ്പം അത് ചെയ്താൽ ഇന്നത് സംഭവിക്കും, അതാണ് അന്നേരം ആ പേടി, അയ്യോ അത് സംഭവിച്ചാൽ എന്ത് ചെയ്യും. എനിക്ക് ഈ നോളജ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അത് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്താണ്, എൻ്റെ മുമ്പിൽ അതിൻ്റെ സക്സസ് മാത്രമല്ല, അതിൻ്റെ ഫെയിലിയർ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ധൈര്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിന് ചെയ്യും. ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം ഫെയിലിയർ സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതാണ് അതിൻ്റെ റീസൺ, അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം അത് റൈറ്റാണ്. അപ്പം അതെന്നെ ഭയങ്കര ഇതൊരു കാര്യമുണ്ട്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്തു നോക്കുക. നമ്മളൊരിക്കലും നമുക്കറിയില്ല എന്നാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോണേ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നെക്സ്റ്റ് ഒരു മൊമെൻറ്റിൽ സംഭവിക്കാൻ പോകണമെന്ന് നമുക്കറിയില്ല. അതറിയത്തില്ലാത്തത്രയും കാലം നമ്മൾ എന്തിനാണ് നാളെക്കുറിച്ച് ഓർത്ത് പേടിക്കുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് റിസൾട്ടോ. ഇപ്പം ഇന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവത്തെ കംപ്ലീറ്റ് ചെയ്യുന്ന വേറൊരാളായിരിക്കും. അത് ലോകത്തിൽ നടക്കുന്ന അങ്ങനെയാണ് അല്ലേ. അല്ലാണ്ട് ഞാൻ തന്നെ ആ ഒരു സംഭവം തുടങ്ങിയാൽ ഞാൻ തന്നെ അവസാനിപ്പിക്കണമെന്ന് ഈ ലോകത്ത് ഒരു റൂളും ഇല്ല. അത് ഒരാളിൽ നിന്ന് കണക്റ്റഡ് ആയിട്ടാണ് ലോകം ഒന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതെന്നും അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തുടങ്ങാൻ കാരണക്കാരനാകുക. അതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നമ്മൾ ബെസ്റ്റ് ചെയ്യുക. ആ ചെയ്യുന്ന മൊമെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് ഏറ്റവും 100% സിൻസിയറായിട്ട് ചെയ്യുക. എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ കംപ്ലയിൻറ്റ് പറയുന്നൊരു കാര്യമാണ്, സിജോ കണ്ടിന്യൂസ്ലി കണക്റ്റഡ് അല്ല ഞങ്ങളുമായിട്ട് എന്ന് പറയുന്നുണ്ട്. അതിന് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, സത്യമാണ്. പക്ഷെ അതൊരു നെഗറ്റീവാണെന്ന് എനിക്കറിയാം. ബട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ആ മൊമെൻറ്റിൽ ഞാൻ ആ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ 100% ഡെഡിക്കേറ്റഡ് ആണ്. ഞാൻ അതിൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഇന്ന് ഇപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് വന്നിരിക്കുന്ന കോളോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ബോധേടോ അതിനെക്കുറിച്ച് ഇതല്ല. അത് കഴിയുമ്പോൾ അതെനിക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം പക്ഷേ ആ ചെയ്യുന്ന സെക്കൻഡിൽ ഞാൻ എല്ലാവരോടും പറയുന്നത് എന്നാ വെച്ചാൽ നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തെ 100% ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം ആ ചെയ്യുന്ന ഒരു കാര്യം സക്സസ് ആയിരിക്കും. അല്ലാണ്ട് നമ്മൾ ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് ഫെയിലിയർ ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ചെയ്യുന്ന ഒരു കാര്യത്തെ. അപ്പം ചെയ്യുന്ന അത്രയും കാര്യം ഇപ്പം നിങ്ങളുടെ കൂടെ ചെയ്യുന്ന ഈ കാര്യം ഏറ്റവും എനിക്ക് തോന്നുന്നത് നന്നായിട്ട് തീരും ഇല്ലേ. അപ്പം എനിക്ക് നിങ്ങൾക്ക് നല്ലൊരു ഇൻ്റർവ്യൂ തരാൻ പറ്റും. ഇതൊക്കെയാണ് എൻ്റെ ഒരു വിഷയം. അതായത് ചെയ്യുന്നത് എത്ര ദൂരം ആണെങ്കിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതിലൊന്നും ഒരിക്കലും ഞാൻ ഫോളോ ചെയ്യുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എൻ്റെ ലൈഫിൽ. അത് ഞാൻ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും കൊണ്ടുപോകുക. എനിക്ക് ഭയം എന്ന് പറയുന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്നെക്കുറിച്ച് മറ്റുള്ളവർ മോശം പറയുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നെന്നോ അവരെന്നെക്കുറിച്ച് എന്ത് പറയുന്നെന്നോ ഞാൻ ഒരു സെക്കൻഡിലും ബോധേഡാകാറില്ല. കാരണം അവരെന്നെക്കുറിച്ച് കാണുന്ന കാഴ്ചപ്പാടുകൾ അവർ സംസാരിക്കുന്നു. ചിലപ്പം അതായിരിക്കില്ല ഞാൻ യഥാർത്ഥത്തിലുള്ള വ്യക്തി. ഞാനിപ്പം നടന്നു പോകുമ്പം എൻ്റെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന ഒരാളുണ്ടാവും. പക്ഷേ ഞാൻ ആ പോകുന്ന റീസൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ ഞാൻ നിങ്ങളെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടാവില്ല. അത് ഞാൻ ആ കാര്യത്തിന് വേണ്ടി വേഗത്തിൽ പോകുന്നതാണ്. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും കാര്യമായിരിക്കും. അപ്പം അവർ പറയും കണ്ടില്ല അവൻ്റെ അഹങ്കാരമായിരിക്കും അവൻ നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോയത്. പക്ഷേ ശരിക്കും ഞാൻ പണ്ട് അങ്ങനെ പറഞ്ഞിരുന്ന ആളാണ്. പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ആ മൊമെൻറ്റിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടോ പ്രയോറിറ്റി അതിനെ നമ്മൾ ബേസ് ചെയ്യുമ്പം ചിലപ്പോൾ ചില കാര്യങ്ങൾ മിസ് ചെയ്യാം. പക്ഷെ അത് ശരിക്കും നമ്മൾ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്നോട് എനിക്ക് എപ്പോഴും ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, എന്നെ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഞാൻ തന്നെ എന്നെ പഠിച്ച സ്ഥിതിക്ക് എൻ്റെ വീഡിയോ തന്നെ ഞാൻ ഇരുന്ന് കാണുന്ന സ്ഥിതിക്ക് ശരിയാണ് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു അഹങ്കാരിയായിട്ട് അതിൻ്റെ അകത്ത് തോന്നുന്നുണ്ടാവും. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന കുക്കിംഗ് ആണ് ഞാൻ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൽ കോൺഫിഡൻ്റ് ആണ്. ആ വീഡിയോയിൽ തന്നെ നല്ല കോൺഫിഡൻസ്, ലൈക്ക് അതാണ് പറയുന്നത്, ആ വീഡിയോ ഭയങ്കര കോൺഫിഡന്റ് വീഡിയോസ് ആണ് എല്ലാം ഈ കാണുന്നത്. ചിലപ്പോൾ എനിക്ക് അതുകൊണ്ടായിരിക്കും ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
എന്നോട് എല്ലാവരുടെയും വിചാരം ആ വീഡിയോ ചെയ്യുന്നത് വേറൊരാൾ എനിക്ക് ചെയ്തു തരുന്നതാണെന്നാണ്. പക്ഷേ സത്യസന്ധമായ ഒരു കാര്യം, ആ വീഡിയോയുടെ ഷൂട്ടിംഗ് മുതൽ അത് പ്ലാൻ ചെയ്യുന്നതും മൊമെന്റ്സ് ചേഞ്ച് ചെയ്യുന്നതും അതിന്റെ എഡിറ്റിങ്ങും എല്ലാം ഞാൻ ഒരാൾ തന്നെയാണ്. അത് ഈ രാത്രി അത് ഞാനും ചിന്തിച്ചിരുന്നു കേട്ടോ. ആരെങ്കിലും എഡിറ്റ് ചെയ്ത് ഇല്ല, ഇത് രാത്രി 2 മണിക്ക് ഞാൻ പോയി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതിന് ഞാൻ ആ കിച്ചനെ സെറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ട് രാവിലെ 5:30 ആയിട്ട് കിടന്നുറങ്ങി. ചിലപ്പം 8:30 പോകണം. പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ചെയ്യണ്ടേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിനെ കംപ്ലീറ്റ് സ്റ്റക്കായിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് അത്രയും ബിസി ആയതുകൊണ്ട്. പക്ഷേ ഞാൻ തിരിച്ചത് ചെയ്യും. അപ്പം എനിക്കറിയാം അതെനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ആ സാധനം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഈ ക്യാമറയൊക്കെ എങ്ങനെ പഠിച്ചതെന്ന് ചോദിച്ചാൽ അതും എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ തൊടുപുഴ പഠിക്കുന്ന സമയത്ത് ആ ഹോട്ടലിൽ നിന്ന് ഞാൻ താമസം മാറാനുള്ള കാരണം അവിടെ വെച്ച് പരിചയപ്പെട്ട 3 കൂട്ടുകാർ. അതിനൊരു തട്ടുകട പോലെ സംഭവമാണ്. അവിടെ ഞാൻ നിന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പം അവിടെ ഇവർ ഫുഡ് കഴിക്കാൻ വന്ന് അവിടുത്തെ പരിചയപ്പെട്ട അരുണും സഞ്ജു എന്നൊക്കെ പറഞ്ഞ് ഒരു 3-4 കൂട്ടുകാരെ പരിചയപ്പെട്ടിട്ട് ഞാൻ പിന്നെ കിടന്നുറങ്ങുന്നത് സ്റ്റുഡിയോയ്ക്കുള്ളിലായി. അപ്പം എനിക്കറിയാം ഇവർ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഇത് എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് ഈ പൊസിഷനിൽ ഇരിക്കേണ്ടത്, അതിൻ്റെ ലൈറ്റ് എത്രമാത്രം ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യണം, ഇതൊക്കെ അവിടെ ഇരുന്നാണ് കണ്ടത്. അപ്പം അവരുടെ കാരണം നമ്മൾ കിടക്കുന്ന അവരുടെ നിലത്ത് പായിട്ടാണ്. ഞങ്ങൾ 4-5 പേര് ഒന്നിച്ചാണ് കിടക്കുന്നത്. അപ്പം ഇവർ രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യും. കാരണം വെഡിങ് സീസൺ ആയി ഇവരാകുമ്പോൾ അപ്പം ഞാൻ ഇവരുടെ അടുത്തൊരു കസേര ഇട്ടിരുന്ന് വർത്താനം പറഞ്ഞ് തമാശ. അപ്പം കാണാം ഇവർ ബ്രൈറ്റ്നസ് കൂട്ടുന്നത് എങ്ങനെ, കോൺട്രാസ്റ്റ് ചേഞ്ച് എങ്ങനെ, ഇതെല്ലാം നമ്മൾ കാണുവാണ്. ഇൻസ്റ്റിറ്റ്യൂഷനിലും പോയി പഠിക്കാതെ ഈ സ്കില്ലൊക്കെ കിട്ടി. അതെ, ശരിക്കും അത് കിട്ടി. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ജേർണിയിൽ അറിയാണ്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞാനതാണ് പറയുന്നത്, നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും മോശമല്ല, എല്ലാം എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കും. പക്ഷെ നമ്മൾ അതിനെ യൂസ് ചെയ്യണം. അത് നല്ലതായാലും ബാഡായാലും അതിനെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഇത് കിട്ടും. ഇന്ന് ഭയങ്കര എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിങ്ങാന്ന് എൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ ശരിക്കും ഹാപ്പി അല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. അന്നേരം എന്നോട് അങ്ങനെ ചോദിക്കാറില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ ചോദിച്ചേ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറയും, നിന്നെ ചിരിക്കാതെ അല്ലെങ്കിൽ നിന്നെ ഹാപ്പി അല്ലാത്തൊരു ഫേസോടുകൂടി കാണാറില്ല. കാരണം അത് എന്നെ വളരെ അപൂർവമായിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ അത്രയും സീരിയസ് ആയ എന്തെങ്കിലും ഒരു മാറ്ററിൽ മാത്രമാണ് ഞാൻ ഭയങ്കര സീരിയസ്നെസ് ആയിട്ട് നടക്കുന്ന കാണുന്നത്. പക്ഷെ നിനക്ക് എപ്പോഴും ചിരിയുണ്ട്. അപ്പം അത് അമ്മ കാണുന്നുണ്ടല്ലോ എല്ലാം. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു അതെന്നെ ഇപ്പം അങ്ങനെയൊക്കെ തോന്നാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ തിരക്ക് കാരണം നിനക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റുന്നില്ല. അതാണ് സത്യം. എനിക്ക് സങ്കടപ്പെടേണ്ടതോ അല്ലെങ്കിൽ സന്തോഷിക്കേണ്ടതോ ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കാനുള്ള ടൈം ഗ്യാപ്പ് കിട്ടാണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരേ രീതിയിലായിരിക്കും നിലനിൽക്കുന്നത് എന്ന്. അന്നേരം എനിക്കറിയാം, എന്നോട് ഷെഫ് പറഞ്ഞിട്ടുണ്ട്, എടാ നെക്സ്റ്റ് 5 ഇയേഴ്സ് കഴിയുമ്പോഴത്തേനും നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന ഒരിത്, പിന്നെ ഞങ്ങൾ ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു മിഷനുണ്ട്. കാരണം 450 പേരുടെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 പേരെ വെച്ച് കൂട്ടിയൊക്കെ 1000-ന് മേലെ ആൾക്കാർ ഞങ്ങളെന്ന് പറയുന്ന ഒരു കമ്പനീനെ ഇന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫാമിലി ഡിപ്പെൻഡ് അവർ ഞങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയൊരു ഫ്യൂച്ചർ ഞങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ വരച്ച് ഈ എഡ്യൂക്കേഷന് കുറവൊന്നും നോക്കാനാണ് ഞങ്ങൾ ഓരോരുത്തരെയും പ്രൊമോട്ട് ചെയ്യുന്നതും വലിയ നിലയിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ ഓടിയാൽ മാത്രമാണ് അത് ഈ പറഞ്ഞ കാലയളവിൽ നിലനിൽക്കുന്നതും അവർക്ക് ഈ ഓഫർ ചെയ്തിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പം അതിനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഒരു ദിവസം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്ക് പിന്നീട് ഒരു പ്രാർത്ഥനയുണ്ട്. കാരണം ഇത്രയും കുടുംബങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഷെഫിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല. അവർ ഉണ്ടാക്കുന്ന ഒരു സന്തോഷകരമായ മൊമെന്റ് ഇല്ലേ. കാരണം അവർക്ക് കിട്ടുന്ന ഒരു നല്ല ഏണിങ്, അല്ലെങ്കിൽ അവർക്ക് മകനൊരു നല്ല ജോബ്, നാളെ അവർ അബ്രോഡിനോട്ട് കയറി പോകുമ്പം അവർക്ക് പൈസ മുടക്കാണ്ട് സേഫായിട്ട് അവരുടെ മക്കൾ സേഫാണെന്ന് കിട്ടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. ആ സന്തോഷം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ എനർജി ഓട്ടോമാറ്റിക്കലി അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഞങ്ങൾക്ക് വരുന്നുണ്ട്. സത്യമാണ്. കാരണം പല സ്ഥലങ്ങളിലും എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സിജോ എങ്ങനെയാണ് ഈ ഉറങ്ങാണ്ട് ഫുഡ് കഴിക്കാണ്ട്? അപ്പം ഇത് അതുപോലെ തന്നെയാണ് ഷെഫും. ഫുഡ് കഴിക്കുന്ന ഇന്ന് രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം വൈകുന്നേരമോ ഡിന്നറോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പം അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഒരുപാട് പേരുടെ ഈ പോസിറ്റീവ് എനർജി ഞങ്ങൾ പിടിച്ചു നിർത്തുന്നത്. അപ്പം അതിന് അങ്ങനെ ആകാൻ പറ്റുന്നതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അതായത് ഭക്ഷണത്തിന് നടുക്ക് ജീവിക്കുന്നവരാണ് നിങ്ങളൊക്കെ. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം ചില സമയത്ത് അത് നിങ്ങളുടെ പാഷൻ്റെ പുറകെ പോകുന്നുണ്ട്, നിങ്ങളുടെ ഡ്രീമിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഞാനൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ പൊതുവേ നമ്മൾ വീടുകളിൽ സ്ത്രീകളാണ് കുക്കിങ്ങിൻ്റെ എന്താ പറയുക ഒരു സ്ത്രീകളാണ് കുക്കിങ്ങിൻ്റെ ആൾക്കാർ, അല്ലെങ്കിൽ അവരാണ് അത് ഡൊമൈൻ ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ
അവൾ പുരുഷാധിപത്യമാണ് അല്ലെ, കൂടുതലും പുരുഷന്മാരാണ് നമ്മൾ. ഈ ഒരു സിനാരിയോക്ക് എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ RCP വഴിയോ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ അതിൻ്റെ ഒരു ആൻസർ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പുരുഷാധിപത്യം അല്ല നടക്കുന്നത് അവിടെ പുരുഷന്മാരായി പോകുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ പുറമേ നിന്ന് കാണുന്ന, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസിൽ കാണുന്ന ഒരു സെലിബ്രിറ്റി ലെവലല്ല അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി രാവിലെ നിങ്ങളൊരു 6 മണിക്ക് കയറിയ നൈറ്റ് 12 o'clock വരെ നോൺ സ്റ്റോപ്പായി ഫുഡോ വെള്ളമോ ഇല്ലാണ്ട് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ ഒരു ദിവസം വന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് പേര് ഒരു വർഷം വർക്ക് ചെയ്ത് ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഹോട്ടൽ ഇൻഡസ്ട്രി ഷെഫുമാരെ കിട്ടാനില്ല. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അകത്ത് വളരെ ഒരു 10% മാത്രമാണ് സർവൈവ് ചെയ്യുക. കാരണം എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമിൽ ആണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് സ്കിപ്പ് ആവും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഒരു 4 o'clock ഒരു 6 o'clock ഇടയ്ക്കാണ്. അപ്പോഴത്തേനും നമ്മുടെ വിശപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ എന്തെങ്കിലും മാറി കഴിച്ചു, വീണ്ടും ഡിന്നറിനുള്ള പ്രിപ്പറേഷൻസ് നടക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഡിന്നർ കഴിക്കുന്ന സമയത്ത് എന്താണോ യഥാർത്ഥ സമയത്ത് നടക്കേണ്ട ആ സമയത്ത് നമ്മളത് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞുതരാം, ഞാൻ സ്ത്രീകൾക്ക് കഴിവില്ല അല്ലെങ്കിൽ അവർക്കത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിന് 1, 2, 10 ദിവസം ഇവർ ഇത് ചെയ്യും. പക്ഷേ ഇതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യുന്ന ലേഡീസ് വളരെ കുറവാണ്. കാരണം അവർ മെൻ്റലി ഫിസിക്കലി അവർ അതിന് ഭയങ്കരമായി ഡെഡിക്കേറ്റഡ് ആവുന്നതുകൊണ്ടാണ് അവർ സർവൈവ് ചെയ്ത് പോകുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇതൊരു പുരുഷ മേധാവിത്വം അല്ല നടക്കുന്നത്. അവരെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റാണ്ട് ഇതിൽ നിന്ന് പോകുന്നതാണ്. നിങ്ങൾക്കറിയാം കോളേജുകളിലേക്ക് പഠിക്കാൻ വരുന്നത്. പിന്നെ പൊതുവേ ഒരു ധാരണയുണ്ട്, ഈ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പഠിക്കാൻ ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് വീടുകളിൽ നിന്ന് വരുന്നൊരു ഇതുണ്ട്. നിങ്ങൾ പോകണ്ട, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, മാരേജ് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം ശരിക്കും എവിടെയാണ് അത് നടക്കുന്നത്? ശരിക്കും ഞങ്ങളുടെ അടുത്തോട്ട് എത്തുന്നതിന് മുമ്പ് പോകുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷെഫുമാരിലെല്ലാം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ലേഡീസ് ഉണ്ട്, സ്ത്രീകളുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് കാലം, അതായത് അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ സർവൈവ് ചെയ്ത് വന്ന് അവർ ആ സിറ്റുവേഷൻ സർവൈവ് ചെയ്യാൻ റെഡി ആയതുകൊണ്ടാണ്. ഈ ഒരു സിറ്റുവേഷനാണ് ലേഡീസ് ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് പോകുന്നത്. അല്ലാണ്ട് ഇത് ചെയ്യുന്നില്ല. RCP എടുക്കാൻ റെഡിയാണ്. RCP ലേഡീസിന് വേണ്ടി ഒരുപാട് നോക്കുന്നുണ്ട്, സർവീസിലോട്ടും ഫ്രണ്ട് ഓഫീസിലോട്ടും. പക്ഷെ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഞാൻ 15 years ആയി ഇൻഡസ്ട്രിയിൽ. 15 yearsന് ശേഷമാണ് സിജോ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ, അല്ലെങ്കിൽ 14 yearsന് ശേഷമാണ് സിജോ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ മിനിമം കുറച്ച് ഒരു 8 or 10 പേര് അറിയുന്ന ഒരു ലെവലിലേക്ക് വന്നത്. ഞാൻ മാസീവായിട്ട് അറിയപ്പെടുന്ന ഒരാളാണെന്നല്ല, വളരെ ചുരുക്കം നമ്പർ ആൾക്കാർ അറിയാനുള്ള കാരണം 14 വർഷത്തെ ഞാനെടുത്ത് ടൈം പീരീഡാണ്. പക്ഷേ ഇന്നുള്ള ആൾക്കാർ എന്താണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഷോർട്ട് ടൈമിൽ നടക്കും. കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാനാണ്. കംഫർട്ട് സോൺ ഉണ്ടായിരിക്കണം, ഇത്ര അവേഴ്സേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം. എങ്കിൽ അവർക്കൊരു 2 years സെലിബ്രിറ്റി ഷെഫ് ആകണം, അല്ലെങ്കിൽ ഒരു 5 years സെലിബ്രിറ്റി ഷെഫ് ആകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിന് ടൈം പീരീഡ് കൊടുക്കാണ്ടിരിക്കുക. എല്ലാവർക്കും ഡിഫറെൻറ്റ് സെനാരിയോയിലാണ് അത് സംഭവിക്കുക. ചിലർക്ക് ലേറ്റ് ആവും, ചിലർക്ക് നേരത്തെ നടക്കും, ഇന്ന് കാണുന്നവ നാളെ ഉണ്ടാകണമെന്നില്ല. അതൊക്കെ ഇതിൻ്റെ എല്ലാം പാർട്ടാണ്. അപ്പം അതിനുള്ളൊരു ടൈം പീരീഡ് കൊടുക്കണം. പിന്നെ ലേഡീസ് ആണെങ്കിലും അവർക്ക് മനസ്സിലാക്കുക, ഇതിന് പഴയ പോലെ ഒരു സിസ്റ്റം അല്ല. ഇന്നെല്ലാം മാറി തുടങ്ങി, ഡ്യൂട്ടി അവേഴ്സുകൾ കുറഞ്ഞു തുടങ്ങി. പിന്നെ ഇതിന് കിട്ടുന്ന ശമ്പളങ്ങളുടെ ലെവല് ഭയങ്കര ഹൈ ആയി. പണ്ട് മേടിക്കുന്നതല്ല, പണ്ട് ഒരിക്കലും ഒരു ഷെഫിനെ ഒരു കാറ്റഗറിയിലും പെടുത്താത്തൊരു വളരെ ബാക്ക് ഏരിയ തേർഡ് ലെവലിലേക്ക് ഇട്ടിരുന്ന ഒരു കാറ്റഗറിയിലോട്ട് ഇട്ടിരുന്ന ഒരു സംഭവമാണ്. ഇന്ന് ഞാൻ പറയുന്നു, ഇന്ന് ചിലപ്പം ഒരു ഡോക്ടർ മേടിക്കുന്നതിനേക്കാളും ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങളും ഏൺ ചെയ്യുന്ന, ഞാൻ അങ്ങനെ കുറച്ച് പറയുന്നതല്ല, ആ ലെവലിലേക്ക് ഏൺ ചെയ്യുന്ന ഒരു പ്രൊഫഷന്റെ ലെവലേ മാറിപ്പോയി. അതായത് ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന ഏണിങ്, നമ്മുടെ അവേഴ്സിന് പേ ചെയ്തു തുടങ്ങി. നമ്മൾ ഇന്നൊരു ഒരു 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 സ്ഥലത്ത് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്നതിന് തരുന്ന പേയ്മെന്റുകൾ, മാറ്റങ്ങൾ വന്നു. നമ്മൾ ഇന്ന് പഴയ പോലെയല്ല, ഇന്ന ഷെഫിന് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇത്ര പേ ചെയ്യണമെന്നല്ല. ഇതാണ് എൻ്റെ മാർക്കറ്റ് വാല്യൂ. നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ എന്നെ എടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് പേ ചെയ്യാനുള്ള ആൾക്കാരുണ്ട് എന്നുള്ളൊരു ലെവലിലേക്ക് ഇത് മാറി. അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വക്കീലോ ഒരു ഡോക്ടറോ ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ കഴിവിനനുസരിച്ചാണ് അവർ പൈസ മേടിക്കുന്നത്. അല്ലാണ്ട് ഈ പൊസിഷൻ ഇത്രയേ ഉള്ളതെന്നല്ല. സെയിം ലെവലിലേക്ക് ഇന്ന് ഷെഫുമാർ മാറിയിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ മാർക്കറ്റ് വാല്യൂ, ഇതാണ് എനിക്ക് ഇൻഡസ്ട്രി ഡിസേർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്നെ തരുവാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇന്ന് നമുക്ക് കിട്ടുന്ന എനിക്കടക്കം പല ഷെഫുമാർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന, ഞങ്ങൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്.
നിങ്ങൾക്ക് അതിൻ്റെ 50% ഷെയർ ചെയ്യാൻ തന്നെയാണ്. നിങ്ങൾ ₹1 ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നിങ്ങൾ ആലോചിക്കുക സ്കില്ല് മതി. അത് കിട്ടുന്ന ജോബ് ഏതാണ്? ഈ പറയുന്ന ഡോക്ടേഴ്സോ വക്കീലോ അല്ലെങ്കിൽ ബാക്കിയുള്ള പല ജോബുകളുണ്ട്. ഒരുപാട് ജോബ് എനിക്ക് അറിയുന്നോ അറിയാത്തോ ഒരുപാട് ജോബുകളുണ്ട്. അപ്പോൾ ആ ലെവലിലേക്ക് ഞാൻ പറയുന്നത് ഇത് ഒരു വളരെ ലോ ലെവലിലേക്ക് കിടന്ന ഒരു പ്രൊഫൈൽ മാറി എന്നുള്ളതിൻ്റെ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പം ഇന്ന് അവർക്ക് വേണ്ടി കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ റെഡി ആയി തുടങ്ങി.